നമസ്കാരം ചാസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചാസിക്കാരൻ ചാനൽ. കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ, സാന്റോസിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ലൈവ് വരുമ്പോഴും ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, നമ്മളൊന്നും എക്സ്പീരിയൻസ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നില്ല, നമ്മൾ കൊണ്ട് ഇങ്ങനെ ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്താൽ, മറ്റേ സൈൻ ചെയ്താൽ, മറിച്ചേ സൈൻ ചെയ്താൽ, നമുക്ക് എന്ത് ആൻഡ്രേ സാന്റോസിന് എന്തുകൊണ്ട് ചാൻസ് കൊടുത്തുകൂടാ, നമുക്ക് എന്തിനാണ് അവനെ ലോണി വിടേണ്ട ആവശ്യം ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലെസ്ലി ഒഗോചുക്കുവിനെ ലോണി വിടുന്നു, അങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിന് എന്റേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈ, എന്താണ് ചെൽസി ചില ഡിസിഷൻ നമ്മൾ വിചാരിക്കാത്ത പോലെ ഡിസിഷൻസ് എടുക്കുന്നത്? അത് എന്റെ ഒരു എക്സ്പീരിയൻസും ഈ കഴിഞ്ഞ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ ചെൽസിയുടെ ബോർഡിന്റെ ഡിസിഷൻസും ട്രാൻസ്ഫർ ടാർഗറ്റുകളും തോട്ട് പ്രോസസ്സും ബഡ്ജറ്റും FFPയും എല്ലാം വെച്ചിട്ടാണ് ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ബോർഡിന്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി മാറി. ഇത് റോമൻ എബ്രാമോവിച്ച് സൈനിങ്സ് അല്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വലിയൊരു ഗുണം ഉണ്ടാവും. ദിസ് ഇസ് നോട്ട് എ റോമൻ എറ. നമ്മൾ ഒരു പ്ലെയറിനെ കണ്ടു, സൈൻ ചെയ്യാം, ഓക്കെ. സ്ട്രൈക്കർ, ഓക്കെ, സൈൻ ചെയ്യാം, അടിപൊളി, കിട്ടു പ്ലെയർ, നമുക്ക് സ്ട്രൈക്കറിന് ആവശ്യമുണ്ട്, ഓക്കെ. ഇപ്പൊ നമ്മൾ സിയച്ച്, പുളിസിക്, ടീമോ വേർണർ, കൈ ഹാവർട്സ് അവനെയും പിടിച്ച് സൈൻ ചെയ്തു. അവരെന്തോണം ആ സമയത്ത് ഭയങ്കര ഹൈപ്പ് ആയിരുന്നു, മാർക്കറ്റ് വാല്യൂ ആയിരുന്നു, പിടിച്ചോ, സൈൻ ചെയ്തു. നമുക്ക് പ്ലെയേഴ്സിന് ആവശ്യമുണ്ടോ, സൈൻ ചെയ്തോ. അത് കഴിഞ്ഞു. നമ്മൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോ ഇന്നത് വേണം, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റാണ് ഇപ്പൊ ചെൽസി ബോർഡിന്റെ കയ്യിലുള്ളത്. നമ്മളൊരു പ്ലെയറിനെ പോകുമ്പോൾ അണ്ടർ 25, ലോ ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ, ഹൈ സീലിംഗ്, ഭാവിയിലേക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, വളരെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ, പിന്നെ ലോ സാലറി ഡിമാൻഡ്. ലോ സാലറി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സാലറി അല്ല, സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഇപ്പോഴത്തെ ഒരുപാട് ഹൈ സാലറി ചോദിക്കാത്ത രീതിയിൽ. പോലീസ് 200K പെർ വീക്ക് ചോദിച്ചു, നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 100K പെർ വീക്ക് അല്ലെങ്കിൽ അതിന് താഴെ അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്ന പ്ലെയർ അതാണോ, ഓക്കെ. ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇന്നൊരു പ്ലെയറിനെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ മാർക്കറ്റിലെ ടോപ്പ് സ്ട്രൈക്കേഴ്സ്, ടോപ്പ് വിങ്ങേഴ്സ് ഒക്കെ ഔട്ടായി പോകും. കാരണം അവർ ഡിമാൻഡ് ചെയ്യുന്ന സാലറി, ഒലിസനെ നമ്മൾ ഒഴിവാക്കിയതിന്റെ കേസ് എന്താണ്? അവൻ ഡിമാൻഡ് ചെയ്യുന്ന സാലറി നമ്മൾ കൊടുക്കില്ല എന്ന് വളരെ വ്യക്തമാക്കി. കാരണം നമ്മുടെ എന്താണോ സാലറി ബ്രാക്കറ്റ് അത് വിട്ട് കളിക്കില്ല. നല്ലൊരു തീരുമാനമാണ്, ഞാൻ വളരെ വളരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു തീരുമാനമാണ്. യെസ്, ഇതിന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ടോപ്പ് ടാർഗറ്റ്സിനെ മിസ് ചെയ്തു എന്ന് വരും. പക്ഷെ നമുക്ക് ഇനി എസ്താവോ വില്യംസ് വരുന്നുണ്ട്, കെൻഡി പേസ് വരുന്നുണ്ട്. അപ്പൊ അടുത്ത സീസണിലേക്ക് നമ്മൾ ഓൾറെഡി ആ പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്തു. അതുകൊണ്ട് ഒലീസെ പോയതിൽ എനിക്ക് വലിയ വിഷമമില്ല. പിന്നെ ഒട്ടും വിഷമമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ബയൺ മ്യൂണിക്കിലേക്ക് പോയിരിക്കുന്നത്. പ്രീമിയർ ലീഗ് ക്ലബ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വിഷമം വന്നേനെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കാൻ നേരത്തെ നീക്കോ വില്യംസിനെ നമ്മൾ എന്തുകൊണ്ട് സൈൻ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ എല്ലാ ക്വാളിറ്റിയും ഫിറ്റ് ചെയ്യുന്നു. പക്ഷേ അഗൈൻ സാലറി ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ഹൈ പ്രോസ്പെക്റ്റിനൊക്കെ ഒരുപാട് സാലറി ഡിമാൻഡ് ഉണ്ടാവും. ആ സാലറി ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്യാൻ തയ്യാറല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FFP. നമ്മളിപ്പോൾ നമ്മുടെ സാലറി ബ്രാക്കറ്റ് കഴിയുന്നതും കുറയ്ക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹൈ ഏണേഴ്സ് ആയിട്ടുള്ളവര് റഹീം സ്റ്റേർലിംഗ് ആൻഡ് ബെൻ ചിൽവെൽ. ലുക്കാക്കുവിന്റെ കാര്യം വിടുക, ലുക്കാക്കു എന്നാലും നമ്മൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇതിൽ ബെൻ ചിൽവെലിനെ നമ്മൾ ഒരു പക്ഷെ ഒഴിവാക്കാൻ നോക്കും. റഹീം സ്റ്റേർലിംഗിനെ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇരിക്കുകയാണ്. കാരണം അവൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല, അവൻ അവിടെ തന്നെ ഉണ്ടാവും. ബെൻ ചിൽവെലിനെ ഒരു പക്ഷെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് 2 ലെഫ്റ്റ് ബാക്ക് ഉണ്ട്. അപ്പൊ ബെൻ ചിൽവെലിന്റെ അടുത്ത് നമ്മൾ പറയണം, വെച്ചാൽ നിന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ പറയും ഓക്കെ ഞാൻ പോവാം. അതുകൊണ്ട് ബെൻ ചിൽവെൽ സെയിൽസ് മൈറ്റ് മോർ ഓർ ലെസ് ബി പോസിബിൾ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചുമ്മാ ചന്നം ഭിന്നമായിട്ടുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സാലറി ബ്രാക്കറ്റും എല്ലാം ഒത്തു വരണം. ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവണം. നമ്മൾ ഭാവിയിലേക്ക് ഒരു ടീമിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ ടാർഗറ്റ് ചെയ്യണം. അതുകൊണ്ട് പ്രസന്റ് സീസൺ എന്താവും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് നമ്മളൊരു എക്സ്പീരിയൻസ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നില്ല? എക്സ്പീരിയൻസ് സ്ട്രൈക്കർ 25 വയസ്സിന് മേളിലും ഹൈ സാലറിയിലും ഡിമാൻഡിൽ വരും. അപ്പൊ തന്നെ ആ പ്ലെയറിൽ പോയി. 2, ഇന്നിപ്പോ നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലൈനപ്പിൽ ഓൾറെഡി ഇപ്പൊ 25 പ്ലെയേഴ്സ് ആയി കഴിഞ്ഞു. അതിനകത്ത് ഞാൻ ബെൻ ചിൽവെലിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഏകദേശം 23 പ്ലെയേഴ്സ് ആയി കഴിഞ്ഞു. ഒരു സ്ക്വാഡിൽ ഇൻക്ലൂഡിംഗ് ഗോൾ കീപ്പേഴ്സ് 25 മെമ്പർ സ്ക്വാഡ്, അതായത് 3 ഗോൾ കീപ്പേഴ്സ്, 22 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്. എങ്ങനെ 22 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്? 10 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ് പെർ പൊസിഷൻ 2 പേര്, 20 പ്ലസ് 2 എക്സ്ട്രാ പ്ലേയേഴ്സ്. അതിൽ 2 എക്സ്ട്രാ പ്ലേയേഴ്സ് ഇപ്പൊ ഒരാള് സ്റ്റേർലിംഗ് ആയിട്ട് എടുത്തോ, വിങ്ങർ, ലെഫ്റ്റ് വിങ്ങറിന്റെ പേസിൽ ഒരാൾ സ്റ്റേർലിംഗും ഒരാള് ഇപ്പോ നമ്മുടെ ദിസാസിയോ ആണ് ആസ് എ സെന്റർ ബാക്ക്. അപ്പൊ ഇപ്പോഴും ചിൽവെൽ ഒരു ചെറിയ അധികപ്പറ്റാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഒരു പ്ലെയറിനെ ആഡ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ട് ആഡ് ചെയ്യും, ഏത് പൊസിഷനിലിടും? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമ്മർ സൈനിങ്സ് കഴിഞ്ഞു. ആരെങ്കിലും വിൽക്കാണ്ട് ലോണിൽ വിടാണ്ട് നമ്മൾ ഇനി സമ്മർ സൈനിങ് ചെയ്യണേൽ അർത്ഥമില്ല. കാരണം പൊസിഷൻ ഇസ് ഓൾറെഡി അപ് ടു ദ ബ്രിം.
സ്ട്രൈക്കറായിട്ട് എൻകൂങ്കൂരും കളിക്കാം. എൻകൂങ്കൂരെ നമ്മൾ ശരിക്കും പറഞ്ഞൊരു പുതിയ സൈനിങ് ആയിട്ടാണ് കാണേണ്ടത്. കാരണം കഴിഞ്ഞ സീസൺ ഒട്ടുമിക്ക സമയത്തും ഉണ്ടാവില്ല. മെറസ്കെ സിസ്റ്റത്തിൽ ഒരു പക്ഷേ എൻകൂങ്കു സ്ട്രൈക്കറായിട്ട് അടിപൊളിയായിട്ട് ഷൈൻ ചെയ്തു വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്ന അർത്ഥമല്ല. സോ മേ ബി മെറസ്ക പറയുന്നുണ്ടാവും, മച്ചാനെ നമുക്ക് ഓൾറെഡി എൻകൂങ്കു എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്, നമ്മൾ എന്തിനാ ഇനി പുതിയൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കണം. അതാണ് അവരുടെ തോട്ട് പ്രോസസ്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ആമിനെ കൊണ്ട് സൈൻ ചെയ്യും, ഡിബനെ കൊണ്ടുപോടാം, അമ്മിനെ കൊണ്ടുപോടാം. പക്ഷെ അങ്ങനെ ഒരു സ്ക്വാഡ് ഹാർമണി ഇപ്പോൾ ഇനി നമ്മൾ തകർക്കാനാവില്ല. നമുക്ക് കുറെ ഔട്ട് ഗോയിങ്സ് ഉണ്ട്. ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ഗോയിങ്സ് കഴിഞ്ഞാൽ നമുക്കൊരു പക്ക 25 മെമ്പർ സ്ക്വാഡ് അടുത്തൊരു 3-4 സീസണിലേക്ക് സെറ്റ് ആയി കൈ വരും. അതോടെ തന്നെയാണ് എന്തുകൊണ്ട് സാന്റോസിനെയും ലെസ്ലിനെയും ഒഗോചുക്കുവിനെയും ലോണി വിടുന്നു. സാന്റോസിനെ നിർത്തി കഴിഞ്ഞാൽ അവൻ ഈ ഒരു സീസണിൽ മാക്സിമം പോയ 500 മിനിറ്റ് 500 താഴെ മിനിറ്റേ കിട്ടുള്ളൂ. കാരണം അവന് മുമ്പുള്ളത് എൻസോ ഫെർണാണ്ടസും റോമിയോ ലാവിയും. ഇവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സാന്റോസിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്ന എണ്ണിച്ചെരിക്ക് കുറച്ച് ഗെയിംസേ ഉണ്ടാവുള്ളൂ. ആ ഗെയിംസിൽ അങ്ങനെ ഒരു പ്ലെയറിന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതേ സിറ്റുവേഷൻ ആണ് ലെസ്ലി ഒഗോചുക്കു. അപ്പൊ ഇങ്ങനെ രണ്ട് പ്ലെയേഴ്സിനെ ടീമിൽ നിർത്തി ഗെയിം ടൈമും കൊടുക്കാണ്ട് അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കണോ, അതോ അവരെ ലോണിൽ വിട്ട് റെഗുലർ ഗെയിം ടൈം കിട്ടുന്ന രീതിയിൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ പോകുന്നതാണോ നല്ലത്? അപ്പൊ അതിനാണ് നമ്മൾ സാന്റോസിനെ ഈ പറയുന്ന പോലെ ഇവനെ ലോണി വിടുന്നത്. ഇപ്പൊ നമ്മൾ ഒമാരി ഹച്ചിൻസിനെ ലോണി വിട്ടു, അതുകൊണ്ട് അവനൊരു 22 മില്യൺ നമ്മൾ നേടി. പക്ഷെ അതേപോലെ ഡാട്രോ ഫൊഫാനെ ബേൺലിയിലേക്ക് വിട്ടു, അവൻ അവിടെ കുറച്ച് സക്സസ്ഫുൾ ആയി. പക്ഷെ അമാൻഡോ ബ്രോയിനെ അവർ കളിപ്പിച്ചില്ല. അപ്പൊ റിസ്ക് ഉണ്ട്. പക്ഷെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഗ്യാരണ്ടി വേണം, ഇവൻ കളിക്കും, റെഗുലർ ആയിട്ട് കളിക്കും, എന്നാൽ മാത്രമേ നമ്മൾ ലോണി വിടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ ചെന്നം പിന്നെ ലോണി വിടുന്ന അർത്ഥമില്ല. നമ്മൾക്കിപ്പോ അങ്ങനെ ഒഴിവാക്കാൻ തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോ ലോണി വിടാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സ് അങ്ങനെ അവസരം കിട്ടുന്ന ക്ലബ്ബുകളിലേക്ക് മാത്രം പോകും. അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റിന്റെ ക്ലോസ് ഒക്കെ കിട്ടും. ഫുള്ളം എനിക്ക് തോന്നുന്നു നമുക്ക് എന്തോ 4 മില്യൺ എന്തോ തന്നു അമാൻഡോ ബ്രോയിനെ കളിപ്പിക്കാത്തതിന്റെ പേരിൽ. അപ്പൊ അങ്ങനത്തെ കുറെ കണ്ടീഷനിലായിരിക്കും നമ്മൾ വിടാൻ പോകുന്നത്. അപ്പൊ സ്ക്വാഡിന് ഫിറ്റ് ആയിരിക്കുന്ന പ്ലേയേഴ്സ് ആവണം, ഇത്രയും കാറ്റഗറീസ് ഇത്രയും പ്രായപരിധി എല്ലാം മീറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ടാർഗറ്റ് ഓവറോൾ വാല്യൂ മീറ്റ് ചെയ്യണം, എന്നാലേ നമ്മൾ ആ പ്ലെയറിനെ സൈൻ ചെയ്യുള്ളൂ. ഓൾറെഡി നമുക്കിപ്പോ ഏകദേശം 25-26 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആഞ്ചലോ ഗബ്രിയലിനെ കൂട്ടിയിട്ടില്ല, ലുക്കാക്കു, കെപ്പ അരിസബലാഗ, ഇവരൊന്നും ഞാൻ കൂട്ടാണ്ടാണ് ഞാൻ ഈ 25 പേരുടെ സ്ക്വാഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് ഔട്ട് ഗോയിങ്സ് ചെയ്യാനുണ്ട്. ഇതൊന്നും ക്ലിയർ ചെയ്യാണ്ട് ചുമ്മാ ഒരു പുതിയ സൈനിങ് നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. സാന്റോസിനെ ലെസ്ലി ഒഗോചുക്കുവിനെ ലോണിൽ വിട്ടത് ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഇനി കാസഡേനെയും കൂടെ ലോണിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു. അവർ ടീം സ്ലോലി ഗെറ്റിംഗ് ഇൻ ടു ഷേപ്പ്. ഈവൻ ആഞ്ചലോ ഗബ്രിയലിനെ ടീമിൽ ഇട്ടാലും വലിയ തലവേനയില്ല. പക്ഷെ അവനും ലോണി പോകുന്നത് നല്ലതായിരിക്കും, കാരണം അവനും ഗെയിം ടൈം കുറേ കൂടെ കിട്ടും. ചിൽവന്റെ കേസ് മാത്രമാണ് എനിക്കിപ്പോ ഒരു ചോദ്യം ചെയ്യാം. പിന്നെ ഒരു പ്ലെയറിനെ കൂടെ പേര് മറന്നുപോയി, ട്രെവോ ചലവ 100% സെയിൽ ലിസ്റ്റിലാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും. കാരണം ദ സ്ക്വാഡ് ഈസ് ഓൾറെഡി ഫുൾ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഡു ലെറ്റ് മീ നോ ഗയ്സ്. ഇനിയും നിങ്ങൾക്ക് ഈ സംശയം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. താങ്ക് യു.